GIO ദക്ഷിണ കേരള സമ്മേളനം നവംബർ 24 തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തെക്കൻ ജില്ലയിലെ വിദ്യാർത്ഥിനികളെ അണിനിരത്തിക്കൊണ്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ച് ദക്ഷിണ കേരള സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 നന്ദാവനത്ത് നിന്നും റാലിയോടുകൂടി തുടങ്ങി സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കേരള ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രാധാന്യവും പലസ്തീൻ വിമോചന പോരാട്ടങ്ങളോടുള്ള ഐക്യദാർഢ്യവും നവലിബറലിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള വിയോജിപ്പുകളും പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വംശീയ ഉന്മൂലനത്തിനെതിരെയും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിമോചനത്തിനെതിരെയുമുള്ള പ്രതിഷേധ കലാവിഷ്കാരങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമാകും. സംഘടനാ ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൽ ലത്തീഫ്, വൈസ് പ്രസിഡന്റ് നഫീസ തനൂജ, സെക്രട്ടറി ഷിഫാന, അനീസ മുഹ്യുദ്ദീൻ, നാസിഹ എന്നിവർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു. 1984 GIO രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. GIO ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇന്ന് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ജിയോനെ സംബന്ധിച്ചിടത്തോളം 40ാം വാർഷികമാണ്. അതിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ജില്ലാ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീ പ്രതിനിധാനം എന്നുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ആദർശപാതയിൽ ആർജവത്തോടെ മുസ്ലിം സ്ത്രീ പ്രതിനിധാനത്തിന്റെ 40 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ എന്ന ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്നുള്ള ഒരു തീം ബേസിസിലാണ് നമ്മൾ ജില്ലാ സമ്മേളനങ്ങളും ദക്ഷിണ കേരള സമ്മേളനവും നവംബർ 24 ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ദക്ഷിണ കേരള സമ്മേളനവും നടക്കാനിരിക്കുന്നത്. അതായത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ 25,000-ലധികം മുസ്ലിം പെൺകുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന നവംബർ 24 ഞായറാഴ്ച പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടക്കാനിരിക്കുന്ന ദക്ഷിണ കേരള സമ്മേളനത്തിലും 5,000-ലധികം മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 40ാം വാർഷികത്തിന്റെ പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ദക്ഷിണ കേരള സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്താനിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തില് വ്യത്യസ്ത കാലഘട്ടങ്ങളില് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലും അതുപോലെ ഭൗതികപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പല രീതിയിൽ പല മേഖലകളില് വ്യത്യസ്ത രീതിയിലുള്ള വിമോചന പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പ്രധാനമായ പങ്കുവഹിച്ച ഒരു സമൂഹമാണ് തെക്കൻ കേരളത്തിലെ മുസ്ലിം ജനത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിമോചന പോരാട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ടും അവര് നേടിയെടുത്ത വിമോചന വിജയങ്ങളെ അനുസ്മരിച്ചുകൊണ്ടും തെക്കൻ കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു ദക്ഷിണ കേരള സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് GIO തെക്കൻ കേരളത്തിൽ നടത്താനിരിക്കുന്നത്. വിമോചന പോരാട്ടങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ വിമോചന പോരാട്ടങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയും ഹിജാബിനെ കുറിച്ചും നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വംശീയ അതിക്രമങ്ങൾക്കെതിരെയും ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ അധിനിവേശത്തിനെതിരെയും ഒക്കെ പല രീതിയിലും നമ്മൾ ഇസ്ലാമോഫോബിക് അജണ്ടകളെ ചെറുത്തു നിർത്തിയും നവലിബറലിസ്റ്റ് ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കെതിരെ കൃത്യമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയുമാണ് GIO 40 വർഷമായി കേരളത്തിൽ കർമ്മ മണ്ഡലത്തിൽ സമരവീതികളിൽ പൊതുമുഖങ്ങളിലെല്ലാം GIO കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നവംബർ 24 ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ദക്ഷിണ കേരള സമ്മേളനം 2:30 നന്ദൻകോട് മുസ്ലിം അസോസിയേഷനിൽ വെച്ച് റാലിയോടുകൂടിയാണ്. അവിടെ നിന്നാണ് റാലി തുടങ്ങുക. മ്യൂസിയം വഴി പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് എത്തിച്ചേർന്ന രീതിയിലാണ് റാലി സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റാലിയിൽ വ്യത്യസ്ത വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലോട്ടുകൾ റാലിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ സമകാലിക ഇന്ത്യയെ ആവിഷ്കരിക്കുന്ന രീതിയിൽ ഇപ്പം വഖഫ് അമെൻമെന്റിനെ കുറിച്ച്
അതുപോലെ UAPA, ഹിജാബ് ബാനിനെ കുറിച്ച്, ഇസ്ലാമോഫോബിയയെ കുറിച്ച്, അതുപോലെ വ്യത്യസ്ത വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ന്യൂനപക്ഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പ്ലോട്ടുകൾ നമ്മളുടെ റാലിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ ബോയ്ക്കോട്ട് ഇസ്രായേൽ എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള സന്ദേശങ്ങൾ ഈ ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ GIOന്റെ 40 വർഷത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഏത് രീതിയിലാണ് സമരമുഖങ്ങളിൽ എങ്ങനെയായിരുന്നു GIO ഉണ്ടായിരുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹിക മേഖലയിൽ എങ്ങനെയായിരുന്നു GIO പ്രതിനിധീകരിച്ചിരുന്നത്, മുസ്ലിം സ്ത്രീയെ ഏത് അർത്ഥത്തിലാണ് പ്രതിനിധീകരിച്ചിരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ റാലിയിലും പ്ലോട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഫലസ്തീൻ വിഷയത്തെയും റാലിയുടെ പ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ P. മുജീബുർ റഹ്മാൻ അവർകളാണ്. അദ്ദേഹമായിരിക്കും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടാവുക. നമ്മുടെ ഈ ഒരു സമ്മേളനത്തിലേക്ക് മുഖ്യ അതിഥികളായി എത്തിച്ചേരുക ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ ഫലസ്തീൻ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന UK ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് അൽ അക്സ എന്ന സംഘടനയുടെ സ്ഥാപകനായ ഡോക്ടർ ഇസ്മായിൽ പട്ടേൽ അവർകൾ ഈ ഒരു സമ്മേളനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ അന്യായമായി തടങ്കലിൽ അകപ്പെട്ട സഞ്ജീവ് ഭട്ടിന്റെ പ്രിയതമയായ സാമൂഹിക പ്രവർത്തക, വ്യത്യസ്ത ഇന്ത്യൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്വേത ഭട്ട് നമ്മളുടെ ഈ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഡൽഹിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നിരന്തരം അഡ്രസ്സ് ചെയ്യുകയും ആ രീതിയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ദേശീയ സെക്രട്ടറി റഹ്മത്തുന്നിസ ടീച്ചർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ നാഷണൽ ഫെഡറേഷൻ ഓഫ് യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ CT സുഹൈബ്, നാഷണൽ ഫെഡറേഷൻ ഓഫ് GIO ജനറൽ സെക്രട്ടറി സമർ അലി, ജമാഅത്തെ ഇസ്ലാമി കേരള വനിതാ വിഭാഗം പ്രസിഡന്റ് സാജിദ PTP, സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള പ്രസിഡന്റ് മുഹമ്മദ് സയ്യിദ് TK, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരള പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന എന്നിവർ നമ്മളുടെ ഈ ഒരു സമ്മേളനത്തിന്റെ മുഖ്യാതിഥികളായി എത്തിച്ചേർന്നതായിരിക്കും.